ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാനകി ദേ നേരെ വരിക. എന്നെ അനാമിക മോള് വിളിച്ചിരുന്നു, നടന്നതൊക്കെ വിശദമായിട്ട് പറഞ്ഞെന്നും പറഞ്ഞു. അതെ, എൻ്റെ നന്ദൂട്ടനായി എല്ലാവരും അടിച്ചൊതുക്കിയിട്ടേ അനാമികയെ രക്ഷപ്പെടുത്തിയെന്ന് കനക പറഞ്ഞപ്പോൾ അതേപ്പറ്റി ആരും കൂടുതലൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ കുറച്ചെനിക്ക് അറിയാമെന്നും പറഞ്ഞ് ജാനകി പറയുന്നു. അപ്പം നയനയും കനകും ഇങ്ങനെ നോക്കുക. ഒരു കാര്യം അമ്മയും മോളും ചേച്ചിയും അനിയത്തിയും മനസ്സിൽ വെച്ചു, അനാമികയ്ക്ക് പകരക്കാരിയായി നിന്റെ അനുജത്തി വരില്ല നയനെ. അപ്പം അങ്ങനെ വരണമെന്ന് ഇപ്പോൾ ആരാ പറഞ്ഞെന്ന് നയന ചോദിച്ചു. അപ്പോൾ ആരും പറയണ്ട, അതിനുവേണ്ടി നിങ്ങളൊക്കെ കാണിക്കുന്ന ഈ നാടകം ഉണ്ടല്ലോ, അത് അത്ര നിസ്സാരമല്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകി പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്താ നാടകം കളിച്ചു നീ പറയുന്നേ എന്ന് കനകൻ ചോദിച്ചു. അപ്പോൾ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ ചുവട് മാറ്റിയല്ലേ എന്ന് ജാനകി ചോദിക്കുക. പോലീസും കേസും ഒക്കെ ആയാ എന്താ സംഭവിച്ചതെന്ന് എല്ലാവരും അറിയുമല്ലോ അല്ലേ? അപ്പോൾ എളിയമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു നയന. ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം, അതിനേക്കാൾ വ്യക്തമായിട്ട് നിങ്ങൾക്കും അറിയാം. പിന്നെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടുന്ന് തുള്ളിച്ചാടി അങ്ങ് പോയി. അപ്പോൾ അനാമികയെ തട്ടിക്കൊണ്ട് പോയതിൻ്റെ പിന്നെ നമ്മളാണോന്ന് ഇളയമ്മയ്ക്ക് സംശയമുണ്ടെന്ന് നയന പറയാണ് കനകത്തോട്. ആ സംസാരത്തിൽ നിന്ന് അതാണ് അമ്മയെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും. അല്ല മോളെ, അങ്ങനെയാണെങ്കിൽ അവളെ രക്ഷിച്ചത് വെറുതെ ആയല്ലോ എന്ന് കനക. അപ്പം അത് വെറുതെ ആയിട്ടില്ല അമ്മയെന്നും നമ്മുടെ നയന പറയുക. അല്ലെങ്കിൽ ഇതിലും വലിയ തലവേദന അത് ഉണ്ടായേനെന്നും നയന പറഞ്ഞു. ഇപ്പോൾ അനി സ്നേഹിക്കുന്നത് നന്ദുവിനെയാണെന്ന് ഇവിടെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. അനാമികയെ കണ്ടില്ലായിരുന്നെങ്കിൽ അതും എല്ലാവരും അറിഞ്ഞേനെന്ന് നയനെ അമ്മയോട് പറയുക. തൽക്കാലം അങ്ങനെ ഒരു അപകടം ഒഴിവായല്ലോ എന്നോർത്ത് സമാധാനിക്കാമെന്നും പറഞ്ഞ് നയനെ അമ്മയെ സമാധാനിപ്പിച്ചിട്ട് നയന സ്വയം നീറി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് നയനയ്ക്കും അറിയില്ല. മൊത്തത്തിൽ കാര്യങ്ങൾ കൈവിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവങ്ങളെല്ലാം അവിടെ നടക്കുന്നു. പിന്നെ കാണിക്കുന്ന അനാമികയുടെ വീട്ടിൽ അവരമ്മയും അച്ഛനും മോളും കൂടി ഇരുന്ന് സംസാരിക്കുക. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിരിക്കുന്നു. പിന്നെ മോൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് അച്ഛൻ രക്ഷപ്പെട്ടത്, അങ്ങനെ വേണം കരുതാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികയുടെ അമ്മ ഇരുന്ന് പറയുവാണ്. അവളെന്നെ രക്ഷപ്പെടുത്തി വലിയ ത്യാഗമൊക്കെ ചെയ്ത് തന്നെയാണ്, അത് വെറും ഷോയാണെന്ന് എനിക്ക് തോന്നിയതെന്നൊക്കെ പറഞ്ഞു അനാമിക. അവളുടെ മനസ്സിൽ ഇപ്പോഴും ഹനി ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ആണി അടിക്കാൻ തന്നെയാണ് എൻ്റെ അമ്മായിയമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നും അനാമിക പറഞ്ഞു. നമ്മളെ ആ സ്റ്റാൻഡിൽ തന്നെ നിന്നാൽ മതി, മോള് കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് കയറി ചെന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നെ ആ മുട്ടുസൂചി വരരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവളും അവളുടെ ചേച്ചിയും കൂടെയാണ് മോളെ രക്ഷിച്ച് ഇവിടെ കൊണ്ട് തന്നതെന്ന് അച്ഛൻ പറഞ്ഞു. ആ പേര് പറഞ്ഞ് അവൾ അനിയുടെ സിമ്പതി പിടിച്ചു പറ്റാൻ പാടില്ല എന്ന് അമ്മ അവിടെ ഇരുന്ന് പറയണം. ആ വീട്ടിൽ ആരുടെയും സിമ്പതി പിടിച്ച് പറ്റരുതെന്നൊക്കെ ഇവരിരുന്ന് പ്ലാൻ ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തിയത് നല്ലതാണെന്നുള്ള കാര്യവും അമ്മ പറയണം. ദേ, നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്താൻ പറ്റുമോ ആലോചിക്കാൻ അമ്മ അച്ഛനോട് പറയുവാണേ. ഉപേന്ദ്രൻ ഇനിയും വരും, അയാളുടെ കാശ് എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കും മനുഷ്യ എന്ന് പറയുമ്പോൾ, കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അച്ഛാ, ഇനിയിപ്പോൾ എല്ലാം അയാൾ അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. മോള് തിരിച്ചു വരുമ്പോൾ വന്നതുകൊണ്ട് പോലീസ് കേസൊന്നും വേണ്ടെന്ന് ഞാൻ ആദർശനോട് പറഞ്ഞിട്ടുണ്ട്. ആദർശ് അത് SIയോട് പറഞ്ഞു കാണുമെന്ന് വേണു ഇരുന്ന് പറയുക. ഇനിയിപ്പോൾ ഏതായാലും മോള് പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട, കല്യാണം കഴിയുന്നത് വരെ നമുക്ക് വീടിനകത്ത് ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ, കല്യാണത്തിൻ്റെ അന്ന് അവൾക്ക് പുറത്തിറങ്ങാൻ വരില്ലേ രേവതി? പിന്നെ ഉപേന്ദ്രനും അവൻ്റെ ഗുണ്ടകൾക്കും വീട് അടച്ചിട്ടാലും പ്രശ്നമൊന്നും ഇല്ലല്ലോ. തള്ളി തുറന്ന് അകത്ത് കയറുന്ന ടീമാണെന്നുള്ള കാര്യം പറയുമ്പോൾ, തള്ളി തുറന്ന് അകത്ത് കയറുകയാണെങ്കിൽ കേസ് കൊടുക്കണം. ഇനി മുതലും പലിശയും വാങ്ങിക്കാനാണെങ്കിലും ശരി, വീട് കയറി ആക്രമിക്കാൻ ആർക്കും ഒരു അവകാശവും ഇല്ല. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പണം കൊടുക്കുന്നതും പലിശ വാങ്ങിക്കുന്നതും ഒക്കെ നിയമവിരുദ്ധമാണെന്നുള്ള കാര്യം അറിയാമല്ലോ എന്ന് പറയുമ്പോൾ, നമ്മുടെ ആപത്ത് സമയത്ത് കൈയടിച്ച് സഹായിച്ച ഒരാളല്ലേ മോളെ, അങ്ങനെ ഒരാളെ ചീറ്റ് ചെയ്യുന്നത് ശരിയാണോ എന്ന് വേണു മോളോട് ചോദിക്കുന്നു. ഓ, ചീറ്റ് ചെയ്യാത്തൊരു പുണ്യാളം വന്നിരിക്കുന്നു. നിങ്ങൾ പലിശയ്ക്ക് പണം വാങ്ങിക്കാത്തത് ആരുടെ കയ്യിൽ നിന്നൊക്കെയാ? അതുകൊണ്ട് തന്നെ പല ബന്ധുവീടുകളിലും ഇപ്പം കയറാൻ പോലും പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി. ഇനിയിപ്പോൾ ഇവളുടെ കല്യാണത്തിന് വരുന്ന പലരും കല്യാണം കൂടുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എങ്ങനെ വാങ്ങിക്കാമെന്നായിരിക്കും ചിന്തിക്കുന്നതെന്ന് ഭാര്യ ഭർത്താവിനോട് പറയുമ്പോൾ മോളിങ്ങനെ കേട്ടോണ്ട് നിൽക്കുക. ഇപ്പോഴത്തെ അനന്തപുരിക്കാരുമായിട്ടാണ് ബന്ധം കൂടുന്നതെന്ന് അറിഞ്ഞിട്ട് എല്ലാവരും അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും പ്രശ്നത്തിലേക്ക് വരും. അങ്ങനെ പറയുമ്പോൾ എൻ്റെ അവസാനത്തെ പിടിവള്ളി എന്ന് പറഞ്ഞ അനിയാണെന്ന് അനാമിക പറഞ്ഞപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പിടിവള്ളിയിൽ മുറുക്ക പിടിക്കാൻ. അതിനിടയിൽ നന്ദുവും ഗിന്ദും ഒക്കെ കയറി വന്നെന്ന് കരുതി നീ അവരോടൊന്നും ചൂടാകാൻ നിന്നേക്കരുതെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പോകേണ്ട രീതി തന്നെ അച്ഛാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നന്ദുവിനെയും ചേച്ചിമാരെയും അനിയുടെ അമ്മ വെറുത്തത് എന്ന് അനാമിക പറഞ്ഞു. നന്ദുവിനെ അനിയുടെ അമ്മ മാത്രമേ വെറുത്തിട്ടുള്ളൂ, അനി വെറുത്തിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അവൻ ഇപ്പോഴും അവളോട് സ്നേഹം തന്നെയാണ്, അത് നീ മറക്കരുത്. അപ്പോൾ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അതോടെ ആ സ്നേഹമൊക്കെ തല്ലിക്കെടുത്താൻ എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക പറയുക. അതുപോലെ തന്നെ അവളുടെ ചേച്ചിമാരിപ്പോഴും ആ വീട്ടിൽ പുറംപോക്കുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരെ എല്ലാവരെയും ഞാൻ കയ്യിലെടുക്കുമെന്ന് അനാമിക പറയണം.
അങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് അനാമികയെ. ഇപ്പം തന്നെ അനിയുടെ വല്യമ്മ പറഞ്ഞിട്ടുണ്ട്, ആ വീട്ടിലേക്ക് വരുന്ന ആദ്യത്തെ മരുമകളാണ് ഞാനെന്ന്. ആ അധികാരത്തോടെ ആയിരിക്കും ഞാൻ മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനിടയിൽ നമ്മുടെ അന്തസ് മോള് കളഞ്ഞേക്കരുത്, നമ്മുടെ പ്രാരാബ്ധങ്ങളൊന്നും മോൾ അവരോട് പറയുകയും ചെയ്തേക്കരുത്. സാവകാശം നമുക്ക് ഈ കടങ്ങളൊക്കെ വീട്ടണം മോളെ എന്ന് അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ അവരുടെ 3 ബ്രാഞ്ച് അനിയാണ് ഇനി നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നീയും കയറി പറ്റണം, മനസ്സിലായോ? എന്നിട്ട് മാസാമാസം നല്ലൊരു തുക എങ്ങനെയെങ്കിലും നിന്റെ പേരിലേക്ക് നീ മാറ്റുകയും വേണമെന്ന് പറഞ്ഞു. മോളിതെല്ലാം കേട്ട് നിൽക്കുവാണ്. അവസരം വരുമ്പോൾ ഞാനും ആ ജ്വല്ലറിയുടെ ഒരു ഭാഗമായിക്കോളാം എന്നും പറഞ്ഞ അച്ഛൻ. അതൊക്കെ ഞാൻ ഏറ്റച്ചാ, ഇനി വടി എൻ്റെ കയ്യിലാച്ചാ. അച്ഛൻ നോക്കിക്കോ, എനിക്കത് നന്നായി അറിയാനും അറിയാൻ, ഞാൻ അറിയുകയും ചെയ്യുമെന്നും പറഞ്ഞിട്ട് മോളിങ്ങനെ അച്ഛനും അമ്മയ്ക്കും 100 പ്രതീക്ഷകൾ കൊടുത്തൊക്കെ അങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ നന്ദുവിനെ കേട്ടോ. അപ്പം നന്ദു അങ്ങനെ ഇരിക്കുമ്പോൾ നയന നന്ദുവിനെ വിളിക്കുകയാണ്. നമ്മൾ ഒരുപാട് റിസ്ക് എടുത്താണ് അനാമികയെ രക്ഷിച്ചത്, എന്നിട്ടും അനിയുടെ അമ്മയുടെ സംശയമൊന്നും മാറിയിട്ടില്ല. അവരുടെ മനസ്സിൽ എന്തൊക്കെയോ കടന്നു കൂടിയിട്ടുണ്ട് മോളെ എന്ന് നന്ദുവിനോട് നമ്മുടെ നയന പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്ത് ചേച്ചി പ്രശ്നം, എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിച്ചു. അവളെ തട്ടിക്കൊണ്ടു പോയത് നമ്മളാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവരുടെ സംസാരം എന്ന് പറയുമ്പം അയ്യോ എന്ന് പറഞ്ഞ് നന്ദു ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനിയിൽ നിന്നും നീ അകന്നു പോയത് നന്നായെന്ന്, അല്ലെങ്കിൽ അവരുടെ അതേ സംശയം മറ്റെല്ലാവർക്കും ഇപ്പോൾ ഉണ്ടായേനെന്ന് നയന പറഞ്ഞപ്പം എത്ര പ്രയാസപ്പെട്ട ചേച്ചി നമ്മൾ അവളെ രക്ഷിച്ചെടുത്തത്. അപ്പം അതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ, നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് ഇവിടെ ഒരു വിലയും ഇല്ല എന്ന് നയന നേരം പറഞ്ഞു. പിന്നെ മോളെ നിനക്കറിയാവുന്ന കാര്യമാണല്ലോ, ഈ വീട്ടിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നത് അനിയുടെ അമ്മയാണെന്ന്. അങ്ങനെയുള്ള അവരാ ഇപ്പം തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം മോളെ. ദേ പിന്നെ അനാമികയുടെ കാര്യം അത് നിനക്കറിയാവല്ലോ, അവളെ നമ്മളാണ് രക്ഷിച്ചതെങ്കിലും അതിൻ്റെ നന്ദിയൊന്നും അവൾക്കില്ലെന്നാണ് തോന്നുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞു. അതുകൊണ്ട് ദേ ഇനിയുള്ള എൻ്റെയും നവ്യേച്ചിയുടെയൊക്കെ ജീവിതം ഇവിടെ കുറച്ച് പ്രശ്നത്തിലായിരിക്കും എന്നും നമ്മുടെ നയന പറഞ്ഞു. ദേ അതൊന്നും സാരമില്ല, മോളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മോള് ഇപ്പോൾ ഒന്നും വിവാഹത്തെപ്പറ്റി ചിന്തിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞ് അനിയത്തിയുമായി സംസാരിച്ചിട്ട് നമ്മുടെ നയനെ ഫോണങ്ങ് കട്ട് ചെയ്തു. നന്ദു അവിടെ വിഷമിച്ച് നിൽക്കുന്നു, നയൻ ഇവിടെ വിഷമിച്ച് നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കളിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശന് തീരെ വയ്യാതിരിക്കുക. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ അടഞ്ഞിരുന്നിട്ടാ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് മുത്തശ്ശന്. അപ്പം അന്ന് ഇദ്ദേഹം പറഞ്ഞാൽ മതിയോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് ആദർശ റൂമിലേക്ക് വന്നു. മോനെ മുത്തശ്ശന് തീരെ വയ്യടാ, നല്ല ക്ഷീണം ഉണ്ടടാ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ശരീരം നോക്കാതെ കല്യാണം വിളിയൊക്കെ നടത്തുന്നത് എന്നു മാത്രമല്ല രോഗത്തെപ്പറ്റി മുത്തശ്ശിന് യാതൊരു ചിന്തയും ഇല്ല. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാൻ അതൊന്നും വേണ്ട മോനെ, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന് പറയുമ്പം ഒന്നും സാരമില്ല മുത്തശ്ശ, കല്യാണ സമയത്ത് എന്തെങ്കിലും തളർച്ച ഉണ്ടായാലോ എന്ന് ആദർശ ചോദിച്ചു. ഇന്ന് രാവിലെ ഉറക്കെഴുന്നേറ്റപ്പോഴും തല കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു, അതെനിക്ക് പേടിയെന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശ ഇനി മുത്തശ്ശനൊന്നും പറയണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് ആദർശ് പറയാം. അപ്പോൾ ഞാനും വരാൻ മോനെ എന്ന് പറഞ്ഞപ്പം എന്തിനാ മുത്തശ്ശി, ദേ ഞാനും മുത്തശ്ശനും അച്ഛനും കൂടെ പൊക്കോളാം, ഇവിടെ കല്യാണത്തിനൊക്കെ ആൾക്കാർ വരുന്നതല്ലേ, അപ്പോൾ ഇവിടെ മുത്തശ്ശനില്ലാത്തതുകൊണ്ട് മുത്തശ്ശി ഇവിടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ മുത്തശ്ശനെ നിർബന്ധിച്ച് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അപ്പോൾ ഇവരിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഈ സമയത്ത് മുത്തശ്ശൻ പോകാൻ റെഡിയായിട്ട് ഇറങ്ങി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി പോയിരുന്ന് ഇങ്ങനെ കബഡി നിരത്തി നോക്കുക. അപ്പോൾ അയാൾ നോക്കി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. മുഖം കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നണില്ലല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ അയാളോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുഖമല്ല, ഈ ബന്ധമാണ് പന്തി അല്ലാത്തത് എന്ന് മുത്തശ്ശി പറയാം. ജാതകങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പം പരിശോധിച്ചതാണല്ലോ, തരക്കേടില്ലെന്നാണ് പറഞ്ഞതെന്ന് മുത്തശ്ശി പറഞ്ഞപ്പം ആർക്ക് തരക്കേടില്ലായിരുന്നെന്ന്, നോക്കിയ ആൾക്കോ അതോ നമ്മുടെ പയ്യനോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ സ്വാമി എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ എന്ന് ചോദിച്ചാൽ പയ്യൻ്റെ 7-ൽ കേതുവാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ജാതകക്കാർക്ക് 2 വിവാഹം പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അനിയുടെയും അനാമികയുടെയും കല്യാണത്തിന് രാശി വയ്ക്കാൻ പോയ മുത്തശ്ശി ഞെട്ടി ശരിക്കും. പിന്നെ പ്രശ്നവശാൽ അതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. 2ാമത്തെ പെൺകുട്ടിയെ ചെക്കന് വാഴത്തുള്ളൂ എന്ന്. പിന്നെ ഈ കേതുവിനെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് പയ്യൻ്റെ ജാതകവുമായി യോജിക്കുന്ന ജാതകക്കാർക്ക് മാത്രമേ വിവാഹം നടത്താൻ പാടുള്ളൂ. അപ്പോൾ പരിഹാരം എന്തെങ്കിലും ഉണ്ടോ സ്വാമി എന്ന് ചോദിച്ചപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഫലം പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടെങ്കിൽ ഞാനത് അങ്ങോട്ട് പറയുന്നതാണെന്നും അത് മൂർത്തി സാറിന് നന്നായിട്ട് അറിയാവുന്നതാണെന്നും ഈ പുള്ളിക്കാരൻ പറയാം. പിന്നെ സംശയത്തോടെ ഒരു കാര്യം പറഞ്ഞാൽ മൂർത്തി സാർ അത് പിന്നെ വേണമെന്ന് പറയാറില്ല എന്നും തിരുമേനി പറയണം. അയ്യോ കല്യാണം വിളിയൊക്കെ കഴിഞ്ഞു, 2 വീട്ടുകാരും കല്യാണത്തിനായി ഒരുങ്ങുകയും ചെയ്തു. അതിനു മുൻപ് ഇത്തരം കാര്യങ്ങൾ നേരത്തെയൊക്കെ വന്ന് പറയണ്ടായിരുന്നോ?
മൂർത്തി സാറിൻ്റെ മറ്റു 2 കൊച്ചുമക്കളുടെ കല്യാണം വന്നപ്പോൾ ഈ തരത്തിൽ ജാതക പരിശോധനയൊന്നും നടത്തിയിട്ടില്ല. എങ്കിലും മൂത്ത ആളുടെ മുഹൂർത്തം അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒത്തുകിട്ടാത്തൊരു മുഹൂർത്തമായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുക. അത് കുടുംബത്തിലെ കാരണവന്മാരുടെ അനുഗ്രഹമാണെന്ന് അന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നതാണല്ലോ, ഓർമ്മയില്ലേ? പിന്നെ അങ്ങനെ പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെയും കാരണവന്മാരുടെ നന്മയും പ്രവൃത്തിയും വെച്ച് ജാതകം നോക്കിയില്ലെന്നുണ്ടെങ്കിലും നല്ല ബന്ധങ്ങൾ ഒത്തുവരും. അത് സത്യമായ കാര്യമാണ്. എന്നാൽ ഇവിടെ അതല്ല കേട്ടോ കാണുന്നത്. ഇവിടെ ഇത് നടക്കാൻ പാടില്ലാത്തതായിട്ടാണ് കാണുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നും പറഞ്ഞു. അങ്ങനെ മുത്തശ്ശിയും ആകെ ധർമ്മസങ്കടത്തിലായി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശി അങ്ങ് പോയി. ഈ സമയത്ത് വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ എന്നാ തിരുമേനി പൂജാരിയോട് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അജയനെയും ഭാര്യയെയുമാണ്. കുറച്ച് സ്വർണ്ണം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, അനാമിക മോള് വരുമ്പോൾ കൊടുക്കാനായിട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ പറയണു. അജയൻ ഇങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കുക കേട്ടോ. ഇവിടെ വലിയ സ്വത്തും പണമൊന്നും ഇല്ലാതെ കയറി വന്നവളുമാർക്ക് അമ്മ ഒരുപാട് സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടില്ലേന്ന് ചോദിച്ചു. പിന്നെ നല്ലൊരു വീട്ടിൽ നിന്ന് വരുന്ന കൊച്ചിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്താൽ എന്താണെന്ന് അജയനോട് ഭാര്യ പറയുമ്പോൾ നീ ഇങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നല്ലോ, നയനെ അന്ധമായി സപ്പോർട്ട് ചെയ്ത് വരുന്നവളാണല്ലോ, പിന്നെന്താ പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ ഒരു മാറ്റമെന്ന് ഭർത്താവ് ചോദിച്ചപ്പോൾ എനിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലേ അതിന് കാരണക്കാരി അവള് തന്നെയാ, ആ നയന. അജയനൊന്നും മിണ്ടുന്നില്ല. അവളുടെ ചേച്ചിയെ പോലെ അവൾക്കും ഒരുപാട് സ്വാർത്ഥതയുണ്ടെന്നുള്ള കാര്യം പറയുകയാണ് ഞാൻ. ഈ പുള്ളിക്കാരി അവളുടെ ചേച്ചിയെല്ലാം തുറന്നു പറയും. എന്നാൽ സ്നേഹത്തിലൂടെ മറ്റുള്ളവരെ ചതിക്കാനാ ഈ വീട്ടിലെ നല്ല മരുമകൾ നോക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ജാനകി പറയുമ്പം മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശി അങ്ങ് വന്നപ്പോൾ നിങ്ങൾ 2 ആളോടും എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ എന്താ അമ്മേ എന്ന് ചോദിച്ചു. പുരോഹിതൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ന് ചോദിച്ചാ എനിക്ക് 2 കല്യാണം ഉണ്ടെന്നാ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവർ 2 പേരും ഒന്നും വല്ലാതെ ആയിട്ടോ. പ്രശ്നം വെച്ചിട്ട് ഈ കല്യാണം നടന്നാൽ പെട്ടെന്ന് വേർപിരിയാനുള്ള സാധ്യതയുണ്ടെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ ജാനകി ഞെട്ടി. നയനെ കുറ്റം പറഞ്ഞ് നാക്ക് വായിലേക്ക് കിട്ടില്ല, അതിന് മുമ്പ് കിട്ടി തിരിച്ചടി. കല്യാണം അടുക്കും തോറും ഓരോരോ അനർത്ഥങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പുരോഹിതരെ കാണാനായിട്ട് പോയത് എന്ന് മുത്തശ്ശി പറയണം. പിന്നെ ഇപ്പം നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണല്ലോ, അതൊക്കെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മുത്തശ്ശി പറഞ്ഞു. ഈ ബന്ധം നടക്കാതിരിക്കാൻ വേണ്ടി ദൈവങ്ങൾ കരുതിക്കൂട്ടി ഓരോന്നും ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയുവാണേ. ഇപ്പോൾ പുരോഹിതനും പറയുന്നത് ഇത് അത്ര നല്ല ബന്ധമല്ല എന്നുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പുരോഹിതനെന്നല്ല ആര് പറഞ്ഞാലും ഒരു പെണ്ണിൻ്റെ ശാപം പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അമ്മേ എന്ന് ജാനകി തറപ്പിച്ച് പറഞ്ഞു. കാര്യങ്ങൾ ഇത്രത്തോളം മുന്നോട്ട് പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കല്യാണം നടന്നേ പറ്റുമെന്ന് ജാനകി തറപ്പിച്ച് പറയുക. എന്നുവെച്ചാൽ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല ജാനകി എന്ന് അജയൻ പറഞ്ഞപ്പോൾ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണില്ലേ? അമ്മയോട് ഈ കല്യാണം നടക്കുന്ന ആപത്താണെന്ന് പുരോഹിതനേക്കാളും മുന്നേ ആരെങ്കിലും പറഞ്ഞിരുന്നോ? എന്നെ പിന്നെ ആര് പറയാനാ? അങ്ങനെ പറയുന്നവരും ഈ വീട്ടിലുണ്ട്. അവർക്ക് മുകളിൽ നല്ലൊരു ബന്ധം എൻ്റെ മോന് കിട്ടരുത്. അങ്ങനെ ചിന്തിക്കുന്നവരെ ഇതല്ല ഇതിനപ്പുറവും പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴും അവർക്കാണ് കുറ്റം. അവക്കെന്താ പറ്റിയത്? ഇപ്പം നല്ല മാറ്റമുണ്ടല്ലോ എന്ന് അമ്മ മകനോട് പറയുമ്പോൾ എന്തോ വേഷം അവളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് നയനയും നവ്യൊക്കെ ഇപ്പോൾ അവളുടെ ശത്രുക്കളായിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അജയൻ ഇങ്ങനെ പറഞ്ഞു. അത് നീ പറഞ്ഞ് തിരുത്താത്തത് എന്താ മോനെന്ന് ചോദിച്ചപ്പോൾ അമ്മേ ഞാൻ പറയുന്നുണ്ട്, പക്ഷെ അത് അവളുടെ തലയിൽ കയറണ്ടേ. ഇനി ഒരുത്തി കൂടി ഇവിടെ വന്ന് കയറുമ്പോൾ എന്തൊക്കെ അക്രമം നടക്കുന്നു തമ്പുരാന് മാത്രം അറിയാമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അമ്മയോട് പറയുക. അങ്ങനെ തന്നെയാ പുരോഹിതനും പറഞ്ഞത്. പിന്നെ എനിക്കാണെങ്കിൽ ഈ ബന്ധത്തിൽ യാതൊരു താല്പര്യമില്ല. അവളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് പോലും അവൻ്റെ മുഖത്ത് ഒരു ഫീലിങ്സ് ഞാൻ കണ്ടില്ല അമ്മയെന്ന് പറയാം. ഒന്നും അങ്ങോട്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. നമ്മൾ അറിയാത്തതായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് നമ്മുടെ മുത്തശ്ശി. അതും പറഞ്ഞ് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ നയനെ അവിടെ ഇരുന്ന് ഡിസൈൻ വരയ്ക്കുമ്പോൾ ജാനകി അങ്ങോട്ടേക്ക് ചെല്ലുക. നയനെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നയനെ നോക്കിയപ്പോൾ അതേ വന്ന് നിൽക്കുന്നു ഇളയമ്മ തുറിച്ച് നോക്കി നിൽക്കുമ്പോൾ എന്താ ഇളയമ്മ ഇങ്ങനെ നോക്കണേന്ന് ചോദിച്ചു നയനയെ. എന്താണെന്ന് നിനക്ക് അറിയില്ലല്ലേ? ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. ഇനി നീ എൻ്റെ മോൻ്റെ കല്യാണം മുടക്കാനായിട്ട് എത്ര ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അനാമികയെ തന്നെ കെട്ടുമെന്ന് പറഞ്ഞപ്പോൾ എന്തേ ഇളയമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു നയന. ഏത് പുരോഹിതൻ പറഞ്ഞാലും ശരി, ഉറപ്പിച്ച കല്യാണം ഇനി മാറ്റില്ല. അതിന് ആര് വിചാരിച്ചാലും വേണ്ടാന്ന് വെക്കത്തൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇളയമ്മ ഞങ്ങളെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് നയനി അന്നേരം ഇളയമ്മയോട് പറഞ്ഞു. അനിയും നന്ദുവും തമ്മിൽ അടുപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം അത് സത്യം തന്നെയാ. പിന്നെ ഇപ്പോൾ അവളെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അവളുടെ മനസ്സിൽ ഇപ്പം അനി ഇല്ല എന്ന് നമ്മുടെ നയന പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് ജാനകി. നീ ഇവിടെ വന്ന നാളു മുതൽ നിന്നെ മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ. അത് മുതലാക്കാൻ നീ ശ്രമിക്കരുതെന്ന് ജാനകി. അത്രേ എനിക്ക് നിന്നോട് പറയാനുള്ളെന്ന് പറഞ്ഞപ്പം
ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ ശ്രമിക്കുന്നതായിട്ട് ഇളയമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് നയന ചോദിക്കുക. ഇത്രയും കാലം എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. ഏട്ടത്തിയും ജലജയൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാ, നിങ്ങളെക്കാളും കുടുംബ മഹിമയും പണമുള്ളവരാരും ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന്. അപ്പം എൻ്റെ ചേച്ചിയുടെ കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഈ വീടിനെ വീട്ടുകാരെ സ്നേഹിക്കുന്ന ആരിവിടേക്ക് വന്നാലും ഒരെതിർപ്പും ഇല്ല എന്ന് നയന പറഞ്ഞു. എന്ന് പറഞ്ഞ് നിൽക്കുക ജാനകി. ഇത് ഏത് പെൺകുട്ടിയാണെങ്കിലും അവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ എന്ന് നയന പറഞ്ഞപ്പം, നിനക്ക് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം, ആൾക്കാരെ കയ്യിലെടുക്കാനും അറിയാം. ഇപ്പം എനിക്കത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നിന്റെ അമ്മായിയമ്മ പോലും നിനക്ക് സപ്പോർട്ട് ചെയ്യാതിരുന്ന നേരത്തെ നിനക്കൊപ്പം ഞാൻ നിന്നത്. എന്നാൽ ഇനി നീ അത് പ്രതീക്ഷിക്കേണ്ടെന്ന് ജാനകി നയനയോട്. ആരാ ഇളയമ്മയുടെ മനസ്സിലിങ്ങനെ വിഷം കുത്തി നിറച്ചത്? ആരും വിഷമൊന്നും കുത്തിവെച്ചിട്ടില്ല. നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്ന കാര്യം അത് സത്യം തന്നെ അല്ലേന്ന് ചോദിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നതിലും സത്യമുണ്ട്, അതാരും നിഷേധിക്കാനൊന്നും നോക്കണ്ടെന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്നങ്ങ് പോയി. നയന ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. പോയ ജാനകി തിരിച്ചു വന്നിട്ട് കല്യാണം അടുത്തെത്തിയപ്പോൾ അത് പൊളിക്കാൻ വേണ്ടി അവസാന ശ്രമവും നടത്തുക, അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് നോക്കാവെന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോയപ്പം നയന അവിടെ നിന്ന് വാവിട്ട് കരയുവാട്ടോ. ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ പഴി കേൾക്കേണ്ടി വന്നതിൻ്റെ പേരിൽ അനുഭവിച്ച് തന്നെ തീരണ്ടേ, വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറയുന്നത് പോലെയാണ് ജാനകിയുടെയൊക്കെ ഒരു അവസ്ഥ. അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലും കാര്യങ്ങളിലും ഇന്നും നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണേ, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.